സ്പോട്ട് ബുക്കിംഗ് നാളെ അവസാനിക്കാനിരിക്കെ ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്ക്. ഉച്ചവരെ 1.5 ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തി. പമ്പ മുതൽ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതിന് ശേഷം ഇന്നലെയാണ് 92,000 കുറഞ്ഞത്. 1 ലക്ഷം പേരാണ്, 1 ലക്ഷത്തിൽ പരം പേർ സാധാരണ സന്നിധാനത്ത് എത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ കുറവുണ്ടായി. ഇന്ന് പക്ഷേ വീണ്ടും ഉച്ചയോട് കൂടി 50,000-ഓളം പേർ ദർശനത്തിന് എത്തിയിരിക്കുന്നു. അതേസമയം പമ്പയിൽ തുടങ്ങി വലിയ തോതിലുള്ള ക്യൂ ഉണ്ട്, വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരം തിരക്കുകൾ ഉണ്ടാകുന്നത്. സ്പോട്ട് ബുക്കിംഗ് നാളെ മുതൽ ഉണ്ടാകില്ല. അതുപോലെ വെർച്വൽ ക്യൂവിലും നിയന്ത്രണം വരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് തിരക്ക് കൂടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം സന്നിധാനത്ത് ചെറിയ തോതിലുള്ള മഴയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടായിരുന്നു. മഴയുണ്ടാകുമ്പോഴേക്കും അയ്യപ്പ ഭക്തന്മാർക്ക് കുറെ കൂടി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. അവർക്ക് വിരിവയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അത്തരമുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള അത് സ്പോട്ട് ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ദേവസ്വം ബോർഡും പോലീസും ഇപ്പോഴുള്ളത്. അതുപോലെ ഇപ്പോഴെത്തുന്ന ഭക്തർക്ക്, തീർത്ഥാടകർക്ക് സന്നിധാനത്തെത്താൻ മണിക്കൂറുകളോളം നിൽക്കേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുണ്ടായിരുന്നു. ഞായറാഴ്ച ഉച്ചയോട് കൂടി മാത്രമാണ് അതിൽ നേരിയ കുറവ് വന്നത്. അതേസമയം ഈ സമയത്ത് വീണ്ടും അതേ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാവുകയും അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ വേണ്ടിവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം 2 അയ്യപ്പ ഭക്തരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. அரவிந்த் குமார் சாமி, மதுரையிலேருந்து வரோம். சாமி தரிசனம் முடிஞ்சிச்சு சாமி. சாமி தரிசனம்லாம் நல்லா இருந்துச்சு ஐயப்பா. எங்களுக்கு எந்த வசதியும் ரொம்ப கஷ்டப்பட்டு தான் ஐயப்பா வந்தோம். ஒரு 10-12 மணி நேரம் கழிச்சு தான் வந்தோம் ஐயப்பா. என்ன காவல்துறை எங்களுக்கு கொஞ்சம் சப்போர்ட் பண்ணி ரொம்ப கஷ்டப்பட்டு தான் வராங்க. அவங்களுக்கு எதுவும் தள்ளி விடாமல் கொள்ளாமல் கொஞ்சம் எடுத்து சொன்னோம்னா புரிஞ்சுக்கிறாங்க ஐயப்பா. ஆனால் ரொம்ப ஃபோர்ஸாக தள்ளி மக்களை ரொம்ப கஷ்டப்படுத்த மன உளைச்சல் ஆக்குறாங்க ஐயப்பா. அதுதான் ஐயப்பா ரொம்ப குறையா இருக்கு. மற்றபடி எங்கேயும் எந்த குறையும் இல்லை ஐயப்பா. ஐயப்பா சரிதான் ஐயப்பா, பண்ணல ஐயப்பா, ஒன்றும் இல்லை ஐயப்பா. காவல்துறை இந்த கேரளா அரசாங்கம் சொன்னால் காவல்துறை இன்னும் ஒரு 1000 போலீஸாரை கூட இறக்குவாங்க. இறக்கி இத்தனை லட்சம் மக்கள் வராங்களே, இதை ஒரு மாதத்தில் 1 மந்த்து தானே இந்த ஒர்க் இருக்க போகுது. அதுக்கப்புறம் அது பெருசாக வரப்போகிறது கிடையாது. அந்த 1 மந்த்துக்கு மக்கள் வராங்கன்னா, அவ்வளோ தூரத்து தாண்டி வராங்கன்னா எவ்வளோ சிரமப்பட்டு வராங்க. ஒரு நிமிஷம் ஐயப்பனை பார்க்க போகிறாங்க. அவங்களுக்கு ஒரு நல்லபடியாக சாமி பார்க்கறதுக்கு அந்த காவல்துறை ஒத்துழைப்பு கொடுத்தா மட்டும் போதும் ஐயப்பா. அவங்களுக்கு வடி விடனாலும் பரவாயில்ல, அவங்களுக்கு ஏதாவது ஒரு ஒத்துழைப்பு கொடுத்து மனசு கோலாத அளவுக்கு பண்ணாலே போதும் ஐயப்பா. இன்னும் வாங்கல ஐயப்பா. அதெல்லாம் ஏமாற்றத்தோட ஐயப்பா போகிறோம். എല്ലാ இடத்துலையும் വരിസ ഇരിക്കുക ஐயப்பா. സാമി പദ്ധതി പോതുன்ற നിലമയ്ക്ക് വന്നിട്ട് ஐயப்பா. ഞങ്ങൾ 1 ലക്ഷത്തിൽ പരം ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം നമ്മൾ നിലവിലുള്ള പോലീസുകാരെ വെച്ച് എത്രത്തോളം മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാകാത്തവരാണ് പരാതിയുമായി വരുന്നത്. അതേസമയം മണിക്കൂറുകളിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് എത്രയധികം ആളുകൾ വരുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അതുവരെ ബോധ്യപ്പെടുത്താൻ ദേവസ്വം ബോർഡിനോ പോലീസിനോ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും.